സർ, ജപ്പാനിൽ പുതിയ വനിതാ പ്രധാനമന്ത്രി വന്നു. അങ്ങനെ പ്രധാനമന്ത്രി വരുന്നതിലൂടെ അവിടുത്തെ നയതന്ത്ര ഇടപാടുകളിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അതായത് ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും ഗുണമായിരിക്കുമോ ദോഷമായിരിക്കുമോ? ജപ്പാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സനെ തകായിച്ചി. ഇവര് യാഥാസ്ഥിതിക സ്വഭാവമുള്ള ആളാണെന്നുള്ളത് വളരെ പ്രശസ്തമാണ്. കാരണം ഈ പാട്രിയാർക്കി ഉണ്ടല്ലോ, പുരുഷ മേധാവിത്വം, ഏതാണ്ട് അതിനെയൊക്കെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നൊരു സ്ത്രീയാണ് ഇവര്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ചെറിയ ഭൂരിപക്ഷത്തിനാണ് ഇവര് ഈ പ്രധാനമന്ത്രി ആകുന്നത്. അതിൻ്റെ അകത്ത് നേതാവായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വോട്ടെടുപ്പ് നടന്നു. കാരണം കൃഷിമന്ത്രി ആണ് ഇവർക്കെതിരെ നിന്നത്. അപ്പോൾ ഇവര് ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവര് മാർഗരറ്റ് താച്ചർ ആണ് ഏറ്റവും വലിയ മാതൃക എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഇവരുടെ പ്രചോദനം മാർഗരറ്റ് താച്ചർ ആണ്. ജപ്പാനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്, 64 വയസ്സ്. ബാക്കി എല്ലാവരും പ്രധാനമന്ത്രിയായപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പ്രായത്തിലാണ് ആയിരിക്കുന്നത്. ഇവർ ഷിഗേറു ഇഷിബയ്ക്ക് പകരം ആണ് പ്രധാനമന്ത്രി ആകുന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 5 പ്രധാനമന്ത്രിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പ്രധാനമന്ത്രിമാർ വാഴാത്ത 2 സ്ഥലങ്ങൾ നമ്മൾ നോക്കിയാൽ, ഒന്ന് ഫ്രാൻസ്, 2 ജപ്പാൻ. ഫ്രാൻസിൽ 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെ പ്രധാനമന്ത്രി പുതിയ ആൾ വരുന്നുണ്ട്, വലതുപക്ഷ തീവ്രവാദം കൂടിയതുകൊണ്ട്. കൃഷിമന്ത്രി ഷിൻജിറോ കൊയ്സൂമിയെ ആണിവർ വോട്ടെടുപ്പിൽ തോൽപ്പിച്ച് അവരുടെ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത്. ഇനി ഇതിന് പാർലമെന്റ് അംഗീകാരം കൊടുത്തു കഴിയുമ്പോഴാണ് ഇവർ പ്രധാനമന്ത്രി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മുൻ പ്രധാനമന്ത്രി ജൂനിച്ചിറോ കൊയ്സൂമിയുടെ മകനാണ് ഇവർ തോൽപ്പിച്ച കൃഷിമന്ത്രി കൊയ്സൂമി. കൃഷിമന്ത്രിയുടെ അച്ഛൻ മുമ്പ് അവിടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥിയായിരിക്കെ ഇവര് ഈ ഡ്രംസ് കൊട്ടിയിരുന്ന ആളാണ് ഈ പുതിയ പ്രധാനമന്ത്രി. ഡ്രംസ് കൊട്ടിയിരുന്നു. അത് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു അവർക്ക്. ഈ സംഗീത ബാൻഡിൽ ഡ്രമ്മറൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ മോട്ടോർ സൈക്കിൾ, ബൈക്ക് വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോൾ തന്നെ ഓടിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് രണ്ടുമാണ് അവരെ സംബന്ധിച്ച് ഉള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇവരുടെ നാട് നാര എന്ന് പറഞ്ഞ സ്ഥലമാണ്. 1993 അവിടെ നിന്ന് അവർ ആദ്യമായിട്ട് MP ആയി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ സാമ്പത്തിക സുരക്ഷാ മന്ത്രിയായിരുന്നു, ആഭ്യന്തര സുരക്ഷാ മന്ത്രിയായിരുന്നു, ഈ ജെൻഡർ ഈക്വാളിറ്റിയുടെ മന്ത്രിയായിരുന്നു. പക്ഷെ ജെൻഡർ ഈക്വാളിറ്റി ഉണ്ടല്ലോ, ലിംഗസമത്വം, അതിൽ വലിയ വിശ്വാസമൊന്നുമുള്ള ആളല്ല ഇവർ. എന്ന് പറഞ്ഞാൽ ഒരു ഫെമിനിറ്റി അല്ല. അപ്പോൾ ദമ്പതിമാർക്ക് ഒരേ സർനെയിം വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളാണിവർ. കാരണം ഒരു സ്ത്രീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആണിൻ്റെ പേരിലെ കൂടെ വെക്കുന്നത്. അങ്ങനെയല്ല, സ്ത്രീക്ക് അവരുടെ സ്വതന്ത്രമായ നിലപാടാകാം എന്ന് അവിടെ വാദിക്കുന്ന കുറേ ആളുകളുണ്ട് ജപ്പാനിൽ. പക്ഷെ ഇവർ അതിനെതിരാ ഈ പുരുഷന്റെ പേര് കൂടെ കൊണ്ട് നടക്കുന്നത്. 2 സർനെയിം വേണ്ട, ഒരു സർനെയിം മതി എന്ന് വാദിക്കുന്ന ആളാണ് ഇവര്. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്വവർഗ വിവാഹം ഉണ്ടല്ലോ, സെയിം സെക്സ്, പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും, അതിനെതിരാണ് ഇവര്. എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതികം എന്ന് പുരോഗമനവാദികൾ പറയുന്ന നിലപാടിൻ്റെ കൂടെയാണ് ഇവരുള്ളത്. അപ്പോൾ ഇവര് അവിടെ അല്ലെങ്കിൽ തന്നെ ഈ രാഷ്ട്രീയത്തിൽ വലിയ സ്ത്രീ പ്രാതിനിധ്യം ഒന്നുമില്ല ജപ്പാനിൽ. ലോവർ ഹൗസിനാണ് പ്രാധാന്യം. അതിൽ 15% സ്ത്രീകളേ ഉള്ളൂ ഇപ്പോൾ മൊത്തം അംഗസംഖ്യയുടെ. പിന്നെ ഗവർണർമാർക്കിടയിൽ 2 ഗവർണർമാർ മാത്രമേ സ്ത്രീകളായിട്ടുള്ളൂ ജപ്പാനിൽ. ഒരു പ്രധാനമന്ത്രി തന്നെ ഇപ്പോഴല്ലേ വരുന്നുള്ളൂ സ്ത്രീ. അപ്പോൾ വേൾഡ് ഇക്കണോമിക് ഫോറം ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ 118 സ്ഥാനമാണ് ജപ്പാന്. ആകെ 148 അംഗങ്ങളേ ഉള്ളൂ. അതിൽ 118 സ്ഥാനത്താണ് ജപ്പാൻ ജെൻഡർ ഈക്വാളിറ്റി റിപ്പോർട്ടിൻ്റെ അകത്ത്. ഷിൻസോ ആബെ പ്രധാനമന്ത്രി ആയിരുന്നല്ലോ നേരത്തെ, വെടികൊണ്ടയാണ്. ഷിൻസോ ആബെയെ തുണച്ച് നടന്നിരുന്നവരാണ്
ഈ സനെ തക്കായിച്ചി, ഈ സ്ത്രീ ഗവൺമെൻറ് ചെലവ് വഴി, അതായത് സർക്കാർ ഒരുപാട് ചെലവ് ചെയ്യുന്നത് വഴി വികസനം ഉണ്ടാവും എന്നുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത്. ഇവർക്കും അത് തന്നെയാണ്. നേരത്തെ ഷിൻസോ ആബെ, ഈ ആബനോമിക്സ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ട് ജപ്പാൻ്റെ. സ്വകാര്യ സംരംഭം വഴിയൊക്കെ കാശുണ്ടാക്കുക, രാജ്യം നന്നാവുക എന്നുള്ള അല്ല ചിന്തിക്കുന്നത്. സർക്കാർ കൂടുതൽ ചെലവ് ചെയ്താൽ ജപ്പാന് വികസനം ഉണ്ടാവും. പണ്ട് നെഹ്റു ഈ പൊതുമേഖല എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, പഞ്ചവത്സര പദ്ധതി, അതുപോലൊരു പഴയ കാഴ്ചപ്പാടാണത്. പലിശ നിരക്ക് കൂടാൻ പാടില്ല എന്നിവർക്ക് വാശിയുണ്ട്. അതുകൊണ്ട് ആ നിലപാട് കാരണം ഇപ്പോൾ കൂട്ടാനിരുന്നതാണ് അവിടുത്തെ റിസർവ് ബാങ്ക്, ബാങ്ക് ഓഫ് ജപ്പാൻ. ഇനി ബാങ്ക് ഓഫ് ജപ്പാൻ ഇപ്പം തീരുമാനിച്ച പലിശ കൂട്ടൽ വേണ്ട എന്ന് വെക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ ഇപ്പോൾ ഉണ്ട്. പൊതുക്കടം ഒരുപാടുണ്ട് ജപ്പാൻ. ഇപ്പോൾ കുടിയേറ്റം ആ കാര്യത്തിൽ വിദേശ കുടിയേറ്റം തടയുന്ന നിയമങ്ങൾ ഇവർ കൂടുതലായിട്ട് കൊണ്ടുവരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കുടിയേറ്റം സമ്മതിക്കില്ല. ചൈനയ്ക്കെതിരെ ഇവർ തായ്വാൻ്റെ കൂടെയാണ്. അതാണല്ലോ പ്രധാനപ്പെട്ടൊരു വിദേശ നയമായിട്ട് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാം ലോക യുദ്ധകാലത്ത് ചൈനയെ ആക്രമിച്ച് ഏതാണ്ടൊക്കെ കീഴ്പ്പെടുത്തിയൊരു രാജ്യമാണ് ജപ്പാൻ. പക്ഷേ ചൈന പൊരുതി നിന്നു. ഏതാണ്ട് 10-15 ലക്ഷം ചൈനക്കാർ അതിൽ രക്തസാക്ഷികളായി. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ വിക്ടറി പരേഡ് നടന്നല്ലോ. 2 ആഴ്ച മുമ്പ് ചൈനയിൽ വിക്ടറി പരേഡ് നടത്തിയത് തന്നെ ജപ്പാനെതിരെയാണ്. ആ യുദ്ധത്തിൽ ചൈനയുടെ വിജയം കൊണ്ടാടാനുള്ള വിക്ടറി പരേഡാണ്. വിക്ടറി പരേഡിന് മോദി നിന്നില്ല, മറ്റേ ഉച്ചകോടിയിലാണ് പങ്കെടുത്തത്. പക്ഷെ 26 ലോകരാജ്യങ്ങൾ ഈ വിക്ടറി പരേഡിൽ പങ്കെടുത്തിരുന്നു, പാകിസ്ഥാന്റെ ഷെരീഫ് ഉൾപ്പെടെ. അപ്പോൾ വിക്ടറി പരേഡ് ജപ്പാനെതിരെ ചൈന നടത്തിയ വിജയം കൊണ്ടാടാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയതാണ് വിക്ടറി പരേഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ചൈന സീയിൽ ചൈനയ്ക്കെതിരെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ജപ്പാൻ, ഫിലിപ്പൈൻസിനെ സഹായിച്ചിട്ട്. ഫിലിപ്പൈൻസിനെ അമേരിക്കയെ സഹായിക്കുന്നുണ്ട്. അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ജപ്പാൻ, ഫിലിപ്പൈൻസും ജപ്പാനും. അപ്പോൾ ഇരുവരെയും സഹായിക്കുക യുഎസിന്റെ ലക്ഷ്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്കെതിരെ ആ മേഖലയിൽ നിലകൊള്ളുന്ന സൗത്ത് ചൈന സീ, ചൈനയ്ക്കെതിരെ നിലകൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് ജപ്പാൻ. മാത്രമല്ല തായ്വാന്റെ കൂടെയാണ് ജപ്പാൻ. അവിടെയും ചൈനയ്ക്ക് ലക്ഷ്യമുണ്ടല്ലോ. ചൈനയ്ക്ക് തായ്വാൻ 2030 പിടിച്ചടക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചൈനയ്ക്കെതിരെ തായ്വാനൊപ്പമാണ്. അർദ്ധ പ്രതിരോധ സഖ്യം തായ്വാനുമായിട്ട് ജപ്പാനുണ്ട്. തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് തേ, തായ്വാൻ പ്രസിഡന്റാണ് ആദ്യം ഇവരുടെ തെരഞ്ഞെടുപ്പ് സ്വാഗതം ചെയ്തത്, പുതിയ പ്രധാനമന്ത്രി വരുന്നത്. അതുപോലെ തന്നെ ഈ അമേരിക്കൻ സ്ഥാനപതി ജോർജ് ഗ്ലാസും ഇവരെ അഭിനന്ദിച്ചു. ഉടനെ അമേരിക്കയുടെ താല്പര്യമുണ്ടല്ലോ. ട്രംപുമായി ഒരു നിക്ഷേപ കരാർ മുൻ പ്രധാനമന്ത്രി ഒപ്പുവെച്ചിരുന്നു. അത് ചിലപ്പോൾ ഇവർ ചില പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടും അമേരിക്കയോട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് മുഴുവനായിട്ട് വഴങ്ങിക്കൊടുക്കുന്ന വിധത്തിലായിരിക്കില്ല ഇനി ജപ്പാൻ്റെ നയം എന്ന് പറഞ്ഞ സൂചന. മുമ്പ് ഒപ്പുവെച്ച കരാറ് ചിലപ്പോൾ ഭേദഗതി വരുത്താൻ സാധ്യതയുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചൈനയ്ക്കെതിരെ ഉള്ള ജപ്പാൻ്റെ നിലപാട് ഇവർ കുറച്ചുകൂടി കടുപ്പിക്കാനാണ് സാധ്യത. കാരണം അത്രമാത്രം യാഥാസ്ഥിതികത്വം ഇവർക്കുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജപ്പാൻ ചൈനയ്ക്ക് എന്നൊരു ഭീഷണിയായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. കാരണം അമേരിക്കയുടെ പിന്തുണയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജപ്പാനിലെ പുതിയ പ്രധാനമന്ത്രി വരുന്നു, അവിടുത്തെ വികസനം ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ ചൈനയ്ക്ക് കഴിയില്ല. കാരണം ഒരു കാലത്ത് അമേരിക്ക ജപ്പാനെ വലുതായിട്ട് വളർത്തിയിരുന്നു, പിന്നീട് അതേപോലെ തന്നെ ചൈനയും വളർത്തിയിരുന്നു. ഇപ്പം ഇങ്ങനെ വലിയ ശക്തികളാകണ്ട, അല്ലെ ജപ്പാൻ വലുതാകണ്ട എന്ന് അമേരിക്കയ്ക്ക് ഒരു ചിന്താഗതി ഉണ്ടാവില്ലേ? അതെ, അമേരിക്കയ്ക്ക് അങ്ങനെ ചിന്താഗതിയൊക്കെ ഉണ്ട്. പക്ഷേ അമേരിക്ക തന്നെ ക്രൈസിസിലാണ് ശരിക്കും സാമ്പത്തികമായിട്ട്. അതുകൊണ്ട് ജപ്പാൻ പ്രധാനമന്ത്രി ട്രംപ് കണ്ടപ്പോഴൊക്കെ സംസാരിച്ചിരിക്കുന്നത് കൂടുതൽ ആയുധം മേടിക്കണം. മാത്രമല്ല അവിടെ ഈ 2ാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ താവളം ഉണ്ടല്ലോ അവിടെ, അവരുടെ നിയന്ത്രണത്തിലാണല്ലോ. അതെ, അപ്പോൾ ആ താവളത്തിന് മറ്റേ ജപ്പാൻ
പണം കൊടുക്കുന്നുണ്ട്. ജപ്പാൻ പണം കൊടുത്തിട്ടാണ് അവിടെ അമേരിക്കൻ താവളം, വിമാനം, ഭടന്മാരൊക്കെ നിലകൊള്ളുന്നത്. അതിന് മറ്റേ ആ പണം അത് കൂട്ടിക്കൊടുക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഒരുപാട് ഈ സാമ്പത്തിക ഡിമാൻഡുകൾ ജപ്പാൻ്റെ മുകളിൽ, ജപ്പാനെ നമ്മൾ പിന്തള്ളാൻ പോകുന്നുണ്ടല്ലോ വൻശക്തി എന്നുള്ള നിലയ്ക്കൊക്കെ. അപ്പോൾ ജപ്പാൻ്റെ നില കുറച്ച് പരുങ്ങലിലാണ്. പിന്നെ വൃദ്ധജനസംഖ്യ ജപ്പാനിൽ വളരെ കൂടുതലുമാണ്. അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങൾ അമേരിക്കയുമായിട്ട് ഉരസലിന് സാധ്യതയുണ്ട്. അതുപോലെ ചൈനയുമായിട്ടും ഈ കൂടുതൽ ഉരസൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രധാനമന്ത്രിമാർ വാഴാത്തത് കൊണ്ട് ഇപ്പോൾ പണപ്പെരുപ്പം തുടങ്ങിയ സംഭവങ്ങൾ അവിടെ ഉണ്ട്. ജപ്പാന് ഈ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണല്ലോ ഈ നിലവിലുള്ള പ്രധാനമന്ത്രിക്കും പോകേണ്ടി വരുന്നത്. അൺപോപ്പുലർ ആയിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർ തന്നെ എത്ര കാലം പ്രധാനമന്ത്രിയായിരിക്കും, ആ പാർട്ടിയിൽ തന്നെ ഇവരുടെ നിലനിൽപ്പ് എത്ര കാലം ഭദ്രമായിരിക്കും എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്. ആ കൃഷിമന്ത്രിയുമായിട്ടാണ് ഇവർ പോരാടിയത്. കൃഷിമന്ത്രി പഴയ പ്രധാനമന്ത്രിയുടെ മകനാണ്. അപ്പോൾ ആ കൃഷിമന്ത്രി ഇവർക്കെതിരായ ഒരു നിലപാട് ചിലപ്പോൾ മന്ത്രിസഭയിൽ കൈക്കൊണ്ടു എന്ന് വരാം. പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. രാഷ്ട്രീയത്തിൽ അത്തരം ആഗ്രഹങ്ങൾ, അത് ഈഗോയുടെ പ്രശ്നമല്ലേ, അയാളുടെ ഈഗോ ഹർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രിസഭയുടെ അകത്ത് വേണമെങ്കിൽ വേറൊരു ചേരി രൂപം കൊള്ളാം. അങ്ങനെ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടമാണ് ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മെഡിറ്ററേനിയൻ സീയിൽ ചൈനയ്ക്ക് എപ്പോഴും സമഗ്രാധിപത്യം ഉണ്ടല്ലോ. പക്ഷേ അതിനെ ചെറുക്കാനായിട്ട് ജപ്പാനും അമേരിക്കയും ഇന്ത്യയും ഓസ്ട്രേലിയയൊക്കെ തമ്മിലുള്ള സഖ്യങ്ങളുണ്ട്. ഇവിടെയും ഇപ്പോൾ ഇതുപോലെ ഈ ചൈന ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ജപ്പാൻ അതിനെ എതിർക്കാൻ കഴിയാതെ വന്നാൽ ഇനി അമേരിക്ക സഹായിക്കുമോ? അല്ല, ഈ മെഡിറ്ററേനിയൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ത്യ ഇപ്പം മെഡിറ്ററേനിയനിൽ കയറി ഇടപെടുന്നുണ്ടല്ലോ തുർക്കിക്കെതിരെ. കാരണം സൈപ്രസുമായിട്ടും ഗ്രീസുമായിട്ടും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നു. സെപ്റ്റംബർ 17 മുതൽ ഒരു 25-ാം തീയതി വരെയുള്ള കാലയളവിൽ നമ്മുടെ കപ്പല് സംയുക്ത സൈനിക എന്ന് പറഞ്ഞ കപ്പല് സൈപ്രസുമായിട്ട് അവരുടെ ലിമാസോൾ എന്ന് പറഞ്ഞ തുറമുഖത്തിൽ, അതുപോലെ തന്നെ ഗ്രീസിലും സംയുക്ത അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ശക്തി എന്നുള്ള നിലയ്ക്ക് അസർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ജപ്പാനുമായിട്ട് പല കരാറുകളും ഉണ്ട്. അതുപോലെ തന്നെ ജപ്പാനുമായിട്ട് ചേർന്നിട്ട് ഒരു വിമാന എഞ്ചിൻ വികസിപ്പിക്കണം എന്നൊരു ചർച്ച നടന്നു വരുന്നുണ്ട്. ജപ്പാനുമായി മോദി കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഒരുപാട്, അത് നമുക്ക് ശരിക്കും പട്ടികയായാൽ നീണ്ട പട്ടികയായിരിക്കും. കാരണം ഇവിടുത്തെ പല സംയുക്ത സംരംഭങ്ങളിൽ ഇനി ജപ്പാൻ പങ്കാളികളാകാൻ പോകുന്നുണ്ട്. ടാറ്റയെ പോലുള്ള കമ്പനികളുമൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ധാരാളം പദ്ധതികളിൽ, സംയുക്ത സംരംഭങ്ങളിലൊക്കെ ജപ്പാൻ പങ്കാളികളാണ്. അതിൽ മാറ്റം വരാനൊന്നും സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. ആ കരാറുകളൊക്കെ പാലിച്ചു പോകും. അതിൻ്റെ കൂടെ തന്നെ ചൈനയെ എതിർത്ത് ചിലപ്പോൾ അമേരിക്കയോട് ഉരസി ഒക്കെ ആയിരിക്കും ഇവർ മുന്നോട്ട് പോകാൻ സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.